ഏവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാറുള്ള ആൾക്കാരല്ലേ? അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കയറാറുണ്ട് അല്ലേ? ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്താലോ, പൈസ മുടക്കാതെ യാത്ര ചെയ്താലോ? പൈസ ഇല്ലാണ്ട്, പൈസ മുടക്കാണ്ട്, പൈസ കണ്ടക്ടർക്ക് കൊടുക്കാതെ നമുക്ക് യാത്ര ചെയ്യണ്ടേ? ശരിയല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു അവസരമാണ് കേട്ടോ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, നമ്മുടെ ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രി കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്കിനി ക്യാഷ്ലെസ് ആയിട്ടുള്ള യാത്ര, അല്ലെങ്കിൽ പൈസ ഇല്ലാണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സൗകര്യം KSRTC ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇനി മുതൽ പോക്കറ്റിൽ കാശുമായിട്ട് നിങ്ങൾ KSRTC കയറണ്ട, നിങ്ങൾക്ക് കാശ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം എന്നാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് ചില ചില സംഭവങ്ങൾ ചെയ്യണം. ചില കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പൈസ മുടക്കാണ്ട് നമുക്ക് KSRTCയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പൈസ മുടക്കാണ്ട് നമ്മൾ KSRTC യാത്ര ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. KSRTCയിൽ കുറെ പരിഷ്കാരങ്ങൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് സൗജന്യ യാത്ര, അങ്ങനെ കുറെ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് വരാൻ പോകുന്നുണ്ട് KSRTCയിൽ. അതുപോലെ നമ്മുടെ GPS ഒക്കെ പിടിപ്പിച്ചിട്ട് നമ്മുടെ വണ്ടിനെ ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം, നമുക്ക് ആപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് വണ്ടി എവിടെ വന്നു, ഇന്ന വണ്ടി ഇപ്പൊ എവിടെയാണെന്നൊക്കെ അറിയാനുള്ള സൗകര്യങ്ങൾ. പിന്നെ ഇപ്പൊ ബുക്കിംഗ് ഒക്കെ നമ്മൾ എടുത്തു പോകുന്ന, ഇപ്പൊ എന്റെ KSRTCയിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്തൊക്കെ കയറി പോകാറുണ്ട് അല്ലെ? പ്രീ ബുക്ക് ചെയ്യാം നമുക്ക്. പക്ഷേങ്കിൽ അത് വണ്ടി പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് വേണം ബുക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനിയിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മുടെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ വരുമ്പോൾ നമുക്ക് വണ്ടിയിലെ സീറ്റ് ലെയർ ഒക്കെ നമുക്ക് നോക്കിയിട്ട് അതിന്റെ ലേഔട്ട് ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബുക്ക് ചെയ്യാം. ഇന്ന സീറ്റിൽ നിന്നൊക്കെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ എന്താണ്, ഡിജിറ്റൽ മേഖലയിൽ നിന്നൊക്കെ ഇച്ചിരി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, അവർക്ക് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്തൊരു വീഡിയോ കിടപ്പുണ്ട് കേട്ടോ, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നീട് ഞാൻ പറയാം. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് പൈസ ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ KSRTCയിൽ എങ്ങനെ പൈസ മുടക്കാണ്ട് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ പോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുവേണ്ടി KSRTC കൊണ്ടുവന്നിട്ടുള്ള പുതിയ സൗകര്യം, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഈ പൈസ ഇല്ലാത്ത യാത്ര ഇപ്പൊ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ, എറണാകുളം ഒക്കെ എനിക്ക് അറിയാം. അവിടെയൊക്കെ ഈ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിന് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, നമ്മൾ കണ്ടക്ടറെയോ അല്ലെങ്കിൽ ഡിപ്പോയിലോ ഒക്കെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മള് ഈ ക്യാഷ്ലെസ് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാർഡുണ്ട്, ട്രാവൽ കാർഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ട്രാവൽ കാർഡ് നമ്മൾ കൈക്കലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ട്രാവൽ കാർഡ് കിട്ടാനായിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ദേ ഒരു ട്രാവൽ കാർഡ് കൈക്കലാക്കിയിട്ടുണ്ട്. ഇതാണ് എന്റെ ട്രാവൽ കാർഡ്. ഓക്കെ, KSRTCയുടെ ട്രാവൽ കാർഡാണ്. കണ്ടില്ലേ, നല്ല കഥകളിയുടെ ഒക്കെ നല്ല ഒരു ഇതൊക്കെ സിമ്പിളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കാർഡ്. ഓക്കെ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ ATM കാർഡ് പോലെ ഇരിക്കുന്ന ഒരു കാർഡ്. ഈ കാർഡ് ഇങ്ങനെ സ്കാൻ ചെയ്യാനും സ്വൈപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രാവൽ കാർഡാണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാർഡിന് നമ്മൾ കൊടുക്കേണ്ടത് 100 രൂപ കൊടുത്താൽ മതി ഈ കാർഡ് കിട്ടാനായിട്ട്. 100 രൂപ കൊടുത്താൽ നമുക്ക് ഈ കാർഡ് കിട്ടും. പിന്നെ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം. ഇനി എങ്ങനെ യാത്ര ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ KSRTCയിൽ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത്, അല്ലെങ്കിൽ കണ്ടക്ടർമാരുമായിട്ട് അടി നടക്കുന്ന സംഭവം എന്താണ്? ചില്ലറയില്ല, നിനക്ക് ചില്ലറയായിട്ട് കയറാൻ പാടില്ല. അപ്പോഴത്തേക്കും കണ്ടക്ടർ ചില്ലറയും കൊണ്ട് കയറണം നീ പറയുന്ന യാത്രക്കാരൻ പറയും. യാത്രക്കാരനാണ് ചില്ലറ കൊണ്ടുവരേണ്ടത്, കണ്ടക്ടറാണ് ചില്ലറ കൊണ്ടുവന്ന് തിരിച്ചും പറയും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കം, അടി ബഹളം, 1 രൂപ 2 രൂപയ്ക്കൊക്കെ കിടന്ന് ഭയങ്കര മൽപ്പിടുത്തം നടത്തുന്ന കാഴ്ച കാണാത്ത മലയാളികളില്ല. മിക്കവാറും ബസ്സുകളിലൊക്കെ ഈ ഒരു കാഴ്ചകൾ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഇല്ലാണ്ടാക്കുന്നതാണ് ഈ ഒരു ട്രാവൽ കാർഡ്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 100 രൂപയ്ക്ക് കാർഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 1 പൈസ പോലും കിട്ടത്തില്ല കേട്ടോ. 100 രൂപ ഈ കാർഡിന്റെ വിലയാണ്. പിന്നെ ഇനി നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ, നമ്മൾ ക്യാഷ്ലെസ് ആയിട്ട് യാത്ര ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ കാർഡിലേക്ക് നമുക്ക് പൈസ ഇതിന്റെ അകത്തേക്ക് കയറ്റിയിടണം. നമുക്ക് ആദ്യമേ ഇടാം പൈസ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്യാഷ് ഇല്ലാണ്ട് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ്ലെസ് യാത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ ഒന്നും കൊടുക്കാണ്ട് നിങ്ങളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നല്ല അതിന്റെ അർത്ഥം. എന്ത് ചെയ്യാം, ഈ കാർഡിൽ നമുക്ക് പൈസ നമുക്ക് ഇടാം. നമ്മൾ ബാങ്കിൽ പൈസ ഇടത്തില്ലേ, അതുപോലെ നമുക്ക് ഇത് ഇടാം. ഇത് KSRTCയിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും പൈസക്ക് നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ ഇതിൽ കാശ് ഇടുമ്പോൾ നമുക്ക് ഇനി കുറച്ച് ബെനിഫിറ്റും കൂടി ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത് ചില പ്രശ്നമുണ്ട് കേട്ടോ. ഈ കാർഡ് എടുക്കുമ്പോൾ 100 രൂപ കൊടുത്ത് ആദ്യം കാർഡ് എടുത്തോണ്ട് പോയിട്ട് പിന്നെ ക്യാഷ് ഇടാൻ പോയിട്ട് നമുക്ക് 1 പൈസ പോലും നമുക്ക് ഓഫറോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, ക്യാഷ് ഈ കാർഡ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പൈസയും കൂടി ഇടണം ഇതിന്റെ അകത്തേക്ക്. അതായത് ഇപ്പൊ നമ്മൾ 1000 രൂപ ഇടുമെന്ന് വിചാരിക്കുക. 1000 രൂപയ്ക്ക് നമ്മൾ ഈ കാർഡ് എടുക്കുന്നു, 1000 രൂപ നമ്മൾ ഇതിന്റെ അകത്ത് ഇടുന്നു,
100 രൂപ നമ്മൾ കാർഡിന്റെ പൈസയും കൊടുക്കുന്നത്. അപ്പൊ എത്രയാണ്? 1100 രൂപയാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 40 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് തരും. ഓക്കെ, 40 രൂപ ഫ്രീ. ഇനി 2000 രൂപ ഇതിനകത്ത് 2000 രൂപയുടെ കാർഡാണ് എടുക്കുന്നത്. കാർഡിന് 100 രൂപ, 2000 രൂപ നമ്മൾ ഇതിനകത്ത് ഇടുവാണെങ്കിൽ നമുക്ക് 100 രൂപ കുറഞ്ഞ് കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ 100 രൂപയ്ക്ക് കാർഡ് എടുക്കാം, 2 ദിവസം കഴിഞ്ഞിട്ട് പൈസ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പൈസ ഇടാന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ 100 രൂപയൊന്നും കുറച്ച് കിട്ടത്തില്ല. ഓക്കെ, ഫുൾ പൈസയും നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കണ്ടക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ കാർഡ് സ്വൈപ്പ് ഇത് മെഷീനിൽ വെക്കും. ഉപയോഗിച്ച് നമ്മൾ ATM കാർഡ് ഇൻസേർട്ട് ചെയ്യണമല്ലോ, ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് പൈസ അവർ ഇതിനകത്ത് എടുക്കും. അപ്പൊ നമ്മൾ എന്താണ് ഇനി മുതൽ കറക്റ്റ് ചില്ലറയായിട്ടൊന്നും പോകണ്ട, കണ്ടക്ടറോട് വഴക്ക് കൂടണ്ട, അയ്യോ കണ്ടക്ടറിന്റെ 5 രൂപ തന്നില്ല, 10 രൂപ തന്നില്ല, 1 രൂപ തന്നില്ല എന്നും പറഞ്ഞിട്ട് വേവലാതിപ്പെട്ട് ഇരിക്കണ്ട. ചില ആൾക്കാരുണ്ട് പൈസ തന്നില്ലെങ്കിൽ ടൈമർ ഒക്കെ വെച്ച്, അല്ലെ നമ്മുടെ അലാറം വരെയൊക്കെ വെച്ചിട്ട് റിമൈൻഡർ ഒക്കെ വെച്ചിട്ട് പൈസ തിരിച്ചു വാങ്ങിച്ചു പോകുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി, ഇത് കൊടുത്ത് തന്നെ ഇതിൽ നിന്ന് പൈസ എടുക്കും. ഓരോ പ്രാവശ്യം പൈസ എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് ഇനി ബാലൻസ് എത്രയാണെന്ന് കാണിക്കും. പിന്നെ കണ്ടക്ടർമാർക്ക്, എല്ലാ കണ്ടക്ടർമാർക്കും ഇതിന്റെ അകത്ത് പൈസ ഇടാൻ പറ്റും. നമ്മളിപ്പോ 10, 500, 1000 എത്ര രൂപയാണോ ഇടേണ്ടത് അത്രയും പൈസ അവരിലേക്ക് കൊടുത്താൽ അവർ ഈ കാർഡിന്റെ അകത്ത് പൈസ ഇട്ട് തരും. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും വേണേലും അത് ചെക്ക് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ പേര് ഇത് ചലോ കാർഡ്. ചലോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതും നമ്മുടെ KSRTC കൂടെ കൊളാബ് ചെയ്തിട്ടാണ് ഈ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ ഈ സംഭവം. കാരണം എന്ന് വെച്ചാൽ സ്ഥിരം യാത്രക്കാർ, ഞാനൊക്കെ ഡെയിലി റെഗുലർ KSRTC യാത്രക്കാരായതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ഭയങ്കര ഉപകാരമാണ്. അപ്പൊ ഞാനിപ്പോ ഈ കാർഡിനകത്ത് 2000 രൂപ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2000 രൂപ ഇതിന്റെ അകത്ത് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഫസ്റ്റ് ഇതിന്റെ അകത്ത് പേയ്മെന്റ് കൊടുത്തു. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ പണ്ട് പ്രൈവറ്റ് ബസ്സിനും ഈ ചലോ കാർഡ് ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സുകാർ കുറെ നാൾ ഈ ചലോ കാർഡിന്റെ പരിപാടി നടത്തി. അന്ന് പിന്നെ ഒരു ഗുണം ഉണ്ടായിരുന്നു. ഇത് KSRTCക്കാർ ഈ പരിപാടി ചെയ്തിട്ടില്ല കേട്ടോ. പ്രൈവറ്റുകാർ ഈ പരിപാടി ചെയ്തപ്പോഴത്തേക്കും നമുക്ക് 10% അങ്ങനെയാണ് കുറവുണ്ടായിരുന്ന പൈസ. കുറച്ച് പൈസ 10% പൈസ നമുക്ക് കുറവുണ്ടായിരുന്നു ടിക്കറ്റിന്റെ അകത്ത്, ടിക്കറ്റ് റേറ്റിൽ എടുക്കുമ്പോൾ. ചലോ കാർഡ് ഉപയോഗിച്ച് നമ്മൾ നോർമലി കൊടുക്കണമെങ്കിൽ 10% കുറവ് പൈസ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഇതിനകത്ത് ഡിസ്കൗണ്ട് ഒന്നും തന്നിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് പൈസ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞ് ഡിസ്കൗണ്ട് നമുക്ക് തരേണ്ടതായിരുന്നു. ഒരു 10% തന്നില്ല, 5% എങ്കിലും ഡിസ്കൗണ്ട് തന്നാൽ നമുക്കൊരു സന്തോഷം കാർഡ് കൊടുക്കാനായിട്ട്. ശരിയല്ലേ? അപ്പൊ അത് തരാമായിരുന്നു എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഒരു വേദനിക്കുന്ന രീതിയിൽ പറയുവാണ് കേട്ടോ. ഇച്ചിരി ഡിസ്കൗണ്ട് കിട്ടുവാണെങ്കിൽ, കാരണം എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് പ്രൈവറ്റ് ബസ്സുകാരൊക്കെ സ്ഥിരം പോവുകയാണെങ്കിൽ അവർ നമുക്ക് കുറച്ച് പൈസ, കുറച്ച് 25 രൂപ ടിക്കറ്റ് ആണെങ്കിൽ അവർ 22 രൂപയ്ക്ക് എടുക്കത്തുള്ളൂ, 3 രൂപയ്ക്ക് നമുക്ക് കുറച്ച് തരും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ബസ്സുകാരുണ്ട്. റെഗുലർ യാത്രക്കാരുണ്ട്, അവരൊക്കെ അങ്ങനെ കുറച്ച് തരും പ്രൈവറ്റ്. പക്ഷെ ട്രാൻസ്പോർട്ടുകാർ അങ്ങനെ ഒന്നും കുറച്ച് തരാറില്ല. അപ്പൊ ചലോ കാർഡ് എടുക്കുന്ന ആൾക്കാർക്ക് എങ്കിലും ഒരു 10%, 5% ഒക്കെ കുറച്ച് കൊടുക്കുവാണെങ്കിൽ ഈ സ്ഥിരം യാത്രക്കാർക്ക് ഒരു പ്രോത്സാഹനവും സന്തോഷവും ഒരു കൈത്താങ്ങും ഒക്കെ ആകുമല്ലോ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ചലോ കാർഡ്. ചലോ കാർഡ് അല്ല, ഇതിന്റെ പേര് വന്നിട്ട് KSRTC ട്രാവൽ കാർഡാണ് കേട്ടോ. ചലോ കമ്പനിയാണുള്ളൂ കേട്ടോ ഇത്. അപ്പൊ അതിവേഗം എന്നുള്ള രീതിയിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിവേഗം, അവിവേകം, ഒരു ആക്സിഡന്റിന് ഒരു പടവും കൂടെ പുറകെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അതിവേഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അപകടം എന്നുള്ള, കണ്ടില്ലേ? അപ്പൊ ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണേ. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ പിള്ളേരും മുതിർന്നവരൊക്കെ ആണെങ്കിലും ഭയങ്കര സ്പീഡിൽ പോകുക എന്നുള്ള ഭയങ്കര ട്രെൻഡാണ് അല്ലേ? നമ്മുടെ പുറകിലിരിക്കുന്ന ആൾക്കാരോ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ പയ്യെ പോണ കാണുമ്പോൾ ഇത് അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് ഇപ്പൊ പല ആൾക്കാർക്കും ഉള്ളത്. നമ്മൾ പയ്യെ പോകണേ അവർ കളിയാക്കും, ഇവൻ എന്നെ കാണിച്ച് വണ്ടി ഓടിക്കണം തോന്നും. അതുകൊണ്ട് മാക്സിമം ഭയങ്കര സ്പീഡിലാണ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ എത്തുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ അതിവേഗം പോകുമ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിരിക്കും, 10 മിനിറ്റ് ഒക്കെ ആയിരിക്കും മാക്സിമം നമ്മൾ സ്പീഡിൽ എത്തുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ പകരം കൊടുക്കേണ്ടി വരുന്ന ചിലപ്പോൾ നമ്മളുടെ ജീവനും നമ്മുടെ ആരോഗ്യത്തെ ഒക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിനൊക്കെ നമ്മളത് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങള് ഈ KSRTCയുടെ കാർഡ് ഉപയോഗിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഈ ഒരു കാര്യം കൂടി, ഈ ഒരു ചിത്രം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള, വളരെ നമ്മൾ മാത്രമല്ല റോഡിലൂടെ പോകുന്ന ആൾക്കാരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയട്ടെ. സുരക്ഷിതമായ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഫ്രീ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് ട്രാവൽ കാർഡ് നിങ്ങളും കൈക്കലാക്കുക. നിങ്ങൾ KSRTC യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ, റെഗുലർ യാത്രക്കാരാണെങ്കിൽ ഇത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.